കൊണ്ടുവരുന്നത്. അപ്പോൾ അവർ ത്രൂ ആണ് എനിക്കിങ്ങനെ ഒരു ഹോസ്പിറ്റലുണ്ട് എന്നുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുന്നത്. എന്നെ ഹോസ്പിറ്റലിൽ ഡയറക്റ്റ് ഹയർ ചെയ്യുമായിരുന്നു ഇൻ്റർവ്യൂ ത്രൂ. അത് കഴിഞ്ഞിട്ട് അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും ഇങ്ങനെ ഇപ്പം പലവരും ഞാനിവിടെ വന്നതിന് ശേഷം എന്നോടും എൻ്റെ സിസ്റ്ററിനോടും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത്ര വേഗം ഞങ്ങളിവിടെ എത്തിയതെന്ന്. കാരണം ഞാൻ എൻ്റെ ചേച്ചിയുടെ ഞാനും ഫാമിലി എൻ്റെ ചേച്ചിയുടെ കുഞ്ഞിൻ്റെ ഹോളി കമ്മ്യൂണിയന് മെയ്യിൽ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം മെയ്യിൽ അമേരിക്ക വന്നിരുന്നത് കൊണ്ട് ടൈം സോൺ എളുപ്പമുള്ളായിരുന്നല്ലോ ഓൺലൈൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ. ഞങ്ങൾക്ക് ബാക്ക് ടു ബാക്ക് എടുക്കാനുള്ളതുകൊണ്ടാണ് സ്പീഡപ്പ് ആയിട്ട് ഈ പേപ്പർ വർക്കൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പം ഞങ്ങൾ അന്ന് മെയ്യിൽ ഇവിടെ 2023 മെയ്യിൽ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല ഇത്ര പെട്ടെന്ന് സെപ്റ്റംബർ ഞങ്ങളിവിടെ തിരിച്ച് വീണ്ടും ഒരു ജോലിക്കായിട്ടല്ല ഞങ്ങളിങ്ങനെ ഒരു മൂവ് ചെയ്യുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അപ്പം ആർക്കെങ്കിലും ഇങ്ങനെ ഫാമിലീനെ കൊണ്ടുവരണമെന്നോ അല്ലെങ്കിൽ ഇപ്പം ഈ ഗ്രീൻ കാർഡ് കാരണം എല്ലാവരും ഗ്രീൻ കാർഡിന് ഉള്ള ഡിലേ കാരണം എല്ലാവരും ഇങ്ങനെ ഫാമിലീനെ കൊണ്ടുവരാനൊക്കെ ഭയങ്കര വിഷമിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ സാധിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ആണല്ലോ. അപ്പം അങ്ങനെ ഉള്ളപ്പം ഇവിടെ കുടുംബമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം റിസ്ക് എടുക്കാൻ പറ്റും എന്നുള്ളതുണ്ടെങ്കിൽ തീർച്ചയായും നോക്കാവുന്ന ഒരു വിസയാണിത്. റിസ്ക്കാണ്. ഇതിൻ്റെ ഭാവി എന്താണ്, ഇത് കുറച്ച് കഴിയുമ്പോൾ എന്താണ്, ഇതൊന്നും നമുക്കറിയത്തില്ല. എന്നാലും ഇപ്പം ഉള്ള ഞങ്ങളുടെ പ്രതീക്ഷ ഇത് H1B ഈ 3 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 3 വർഷം അല്ല, ഇത് അൺലിമിറ്റഡ് ആയിട്ട് അവർ റിന്യൂ ചെയ്ത് തരാമെന്ന് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അത് ഇവിടെ നിയമം ഉള്ളതാണ്. അൺലിമിറ്റഡ് ആയിട്ട് അവർ ഓരോ 3 വർഷം കൂടി ഓരോ എംപ്ലോയറിനെ കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ ഈ നിൽക്കുന്ന എംപ്ലോയർ H1B റിന്യൂ ചെയ്യുവാണ് ചെയ്യേണ്ടിയത്. അപ്പം EB3 ഇവർ ഫയൽ ചെയ്യുമെന്ന്, ഗ്രീൻ കാർഡ് ഫയൽ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞല്ലോ 3 മാസം കൊണ്ട്. അത് സാധാരണ എല്ലാവർക്കും എടുക്കുന്നത് പോലെ, അതായത് സാധാരണ ഇന്ത്യയിൽ ജനിച്ച, ഞാൻ ഐറിഷ് സിറ്റിസൺ ആണ്, പക്ഷെ എൻ്റെ ബർത്ത് പ്ലേസ് ഇന്ത്യയിലായതുകൊണ്ട് ഞാൻ എൻ്റെ ബർത്ത് പ്ലേസ് ആണ് വാലിഡായിട്ട് നോക്കുന്നത്. അപ്പം ഇന്ത്യയിൽ ജനിച്ച ആർക്കും ഏകദേശം ഒരു 12 തൊട്ട് 14 വർഷം വരെയാണ് ആ വിസയ്ക്ക് എടുക്കുന്നത്. അപ്പം ഇതെപ്പോഴത്തേക്ക് കിട്ടുമെന്നോ ഇത് നമ്മളുടെ ഏതെങ്കിലും ഇനി അത് നീണ്ടു പോകുമോന്നോ ഒന്നും നമുക്കറിയത്തില്ല. കാരണം ഇപ്പോഴും ഒത്തിരി അനേക ലക്ഷം ആളുകളുടെ പേപ്പർ വർക്കുകൾ EB3 കിടപ്പുണ്ട്. അപ്പം നമ്മളുടെ നഴ്സുമാരുടെ അത് വേറെ രീതിയിലാണെന്നോ അല്ലെ നമ്മുടെ സെയിം തന്നെയാണോ ഇതൊന്നും എനിക്ക് അറിയത്തില്ല. ഇപ്പം അറിയാവുന്നത് ഈ H1B നമുക്ക് 3 വർഷം എവറി 3 ഇയേഴ്സ് നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പം ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്ന വാഷിങ്ടൺ എന്ന സ്ഥലം നല്ല മനോഹരമായിട്ടൊരു സ്ഥലമാണ്. ക്ലൈമറ്റ് തണുപ്പാണ്, പക്ഷെ ഞങ്ങൾ UK-യിൽ നിന്നൊക്കെ മാറിയത് കൊണ്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അധികം മൈൽഡ് തണുപ്പാണ്, വലിയ ഇതൊന്നുമില്ല. നല്ല പിന്നെ ഹൈക്കിങ്ങിനൊക്കെ പോകാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ മൗണ്ടൻസ്, നല്ല സൈറ്റ് സീയിങ്ങിനുള്ള പ്ലേസസ് ഒക്കെ ഉണ്ട്. മൗണ്ട് റെനീർ എന്ന് പറഞ്ഞൊരു സുന്ദരമായിട്ടൊരു മൗണ്ടൻ ഉണ്ട്, ബ്യൂട്ടിഫുൾ. അത് നമുക്ക് വാഷിങ്ടണിൻ്റെ ഒരുവിധം എല്ലാ സ്ഥലത്ത് നിന്നാലും ഈ മൗണ്ട് റെനീറിൻ്റെ വ്യൂ കിട്ടും. പിന്നെ അപ്പം ഈ ഹൈക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ആണെങ്കിലും ഇപ്പം യങ് ആയിട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആദ്യമേ ഒന്ന് വരാനും തുടങ്ങാനും പറ്റുന്ന വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തൊരു കാലാവസ്ഥയുള്ള സ്ഥലമാണ്. അപ്പം ശരി. ഇവിടുത്തെ ജോലി അയർലൻഡിലെ ജോലി ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്? ഞാൻ ഇപ്പം വർക്ക് ചെയ്യുന്നത് മെഡിക്കൽ ഓങ്കോളജി എന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ ഓങ്കോളജി എന്നുള്ള ഡിപ്പാർട്ട്മെന്റിലാണ്. ഞാൻ അയർലൻഡിലായിരുന്നപ്പം മെഡിക്കൽ സർജിക്കൽ കാർഡിയാക്ക് വാർഡുകളിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഞാൻ ഒരു അമേരിക്കൻ മാനേജ്മെന്റിന്റെ അണ്ടറിൽ വരുന്ന ഒരു ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പം ഏകദേശം സിസ്റ്റമൊക്കെ സെയിം ആയിരുന്നു. അപ്പോൾ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വലിയ പാടില്ല. ഇവർ 6 ആഴ്ച മുതൽ ഒരു 3 മാസം അല്ലെ അതിന് മേളിൽ വേണമെന്നുണ്ടെങ്കിൽ അവർ ട്രെയിനിങ് ഒക്കെ തന്നിട്ടേ നമ്മളെ എടുക്കത്തുള്ളൂ. എനിക്കൊരു 6 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ എന്നോട് പ്രത്യേകിച്ചൊന്നും ചോദിച്ചില്ല. എന്നെ ഒറ്റയ്ക്ക് കാര്യമായിട്ട് തന്നെ ഒറ്റയ്ക്ക് ജോലിക്ക് ഇടാൻ തുടങ്ങിയിരുന്നു.
പറഞ്ഞ പോലെ മെഡിക്കൽ എക്സ്പീരിയൻസും പിന്നെ എനിക്ക് ICUവിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. അപ്പം ആ ഒരു ഇത് നമ്മളുടെ ജോലിയിൽ പ്രതിഫലിക്കുന്നതുകൊണ്ടായിരിക്കണം അവർ പ്രത്യേകിച്ച് വലിയ ഈ 6 ആഴ്ച ഓറിയൻറ്റേഷൻ കൊണ്ട് ഞാൻ വളരെ സെറ്റിൽഡ് ആയിരുന്നു. പിന്നെ എൻ്റെ ഈ പറഞ്ഞ മെഡിക്കൽ സർജിക്കൽ ICU എക്സ്പീരിയൻസുകൾക്കാണ് ഇവർ പ്രിഫറൻസ് കൊടുക്കുന്നത്. ഇപ്പം സാധാരണ അയർലൻഡിലോട്ടോ UK-ലോട്ടൊക്കെ ഈ നിയോനൈറ്റിലോ പീഡിയാട്രിക് ICU ഒക്കെ ഒത്തിരി റിക്രൂട്ട്മെന്റ് ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് എൻ്റെ അറിവിൽ ഇപ്പം മെഡിക്കൽ സർജിക്കൽ ഉള്ള നഴ്സുമാരെയാണ് ഇവർ കൂടുതലും ഇങ്ങോട്ട് റിക്രൂട്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അപ്പം മെഡിക്കൽ ഓങ്കോളജിയിലാണ് ഞാൻ, മെഡിക്കൽ ആൻഡ് ഓങ്കോളജി, അവിടുത്തെ മെഡിക്കൽ പേഷ്യൻസിനെയാണ് ഞാൻ കൂടുതലും എടുക്കുന്നത്. എനിക്ക് ഓങ്കോളജിയിൽ വളരെ എക്സ്പീരിയൻസ് കുറവാണ്. അപ്പം വളരെ കുറച്ച് എടുക്കത്തില്ല എന്നല്ല, വളരെ കുറച്ച് പേഷ്യൻസിനാണ് ഓങ്കോളജി ഉള്ളത്. അതിന് ഇവിടെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഈ ഓങ്കോളജിയിലൊക്കെ ആണെങ്കിലും കീമോ പോലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ സ്പെഷ്യലൈസ്ഡ് മെഡിക്കേഷൻസ് ഒക്കെ കൊടുക്കണമെങ്കിൽ ട്രെയിൻഡ് ആൻഡ് സർട്ടിഫൈഡ് നഴ്സസ് ഇവിടെ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒരു സർട്ടിഫിക്കേഷൻ ചെയ്യണം കീമോ കൊടുക്കണം എന്നുണ്ടെങ്കിൽ. അതല്ല ഇപ്പം ക്രിട്ടിക്കൽ കെയർ ആണെങ്കിൽ അല്ലെങ്കിൽ മെഡിക്കൽ അക്യൂട്ട് നഴ്സിംഗ് ഒക്കെ ആണെങ്കിൽ ഓരോ സർട്ടിഫിക്കേഷൻസ് ആൻഡ് അതിൻ്റെ എക്സാംസ് പാസ്സാകണം. അപ്പം അതൊക്കെ ഞാനിപ്പോൾ അന്വേഷിച്ച് വരുന്നതേ ഉള്ളൂ. കാരണം ഞാൻ സെപ്റ്റംബർ 5-ാം തീയതിയാണ് ഇങ്ങോട്ട് മൂവ് ചെയ്തത്. സെപ്റ്റംബർ 11-ാം തീയതി ഞാൻ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. അപ്പം ഡിസംബർ 11 ആയപ്പോൾ എനിക്ക് 3 മാസമായി. 3 മാസം ആയപ്പോൾ ഞാൻ ജോലിയിലായിരുന്നു. ചോദിക്കുന്നതിന് മുന്നേ അവരെനിക്കൊരു ഇമെയിൽ അയച്ചിരുന്നു, ഇങ്ങനെ നിങ്ങൾ ഇന്ന് 3 മാസമായി ഇങ്ങനെ സോളിസിറ്ററിനെ വെച്ചിട്ട് EB3ക്ക് അപ്ലൈ ചെയ്യാനുള്ള പേപ്പർ വർക്ക് നമ്മൾ തുടങ്ങും എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഫോളോ ചെയ്യാൻ നോക്കിയപ്പോൾ എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്തോ DOL ഇവരുടെ ലൈസൻസിങ് ഓതറൈസേഷനിൽ നിന്ന് എന്തോ അപ്രൂവൽ ലെറ്റർ എന്തോ വരാനുണ്ട്. അതുകൂടെ വന്നു കഴിയുമ്പോൾ പിന്നെ അറിയാലോ ഡിസംബർ ക്രിസ്മസിൻ്റെ മാസമാണ്. അപ്പം അതിൻ്റെ ഹോളിഡേയ്സും കാര്യങ്ങളും ഉള്ളതുകൊണ്ടുള്ളൊരു ഡിലേ ഉണ്ട്. അപ്പം എൻ്റെ ഇതുവരെ EB3 അപ്ലൈ ആയിട്ടില്ല. EB3 അപ്ലൈ ആവുമ്പോൾ തീർച്ചയായും ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഇതിൻ്റെ ഫർദർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയാം. ശരി. പിള്ളേരുടെ സ്കൂളിങ്ങും ഡ്രൈവിങ്ങിനെ പറ്റി പിള്ളേരുടെ സ്കൂളിങ്ങിനെയും ഡ്രൈവിങ്ങിനെയും കുറിച്ച്. എനിക്ക് 2 കുട്ടികളാണ്. ഒരാൾ 6 വയസ്സ് ഇസബella, രണ്ടാമത്തെ ആള് ഇസഹാക്ക്, അവൻ 2 വയസ്സ്. അപ്പം രണ്ടാമത്തെ ആളാണ് ഒരു രീതിയിൽ ഈ മൂവ്മെന്റ് ഒന്നും ഞങ്ങളുടെ ഈ റീലൊക്കേഷൻ ഒന്നും അയാളെ ബാധിച്ചിട്ടില്ല, പുള്ളി അറിഞ്ഞിട്ട് പോലും ഇല്ല. ഞങ്ങളുടെ ആദ്യത്തെ മൂത്ത കുട്ടി അവള് അയർലൻഡിൽ കഴിഞ്ഞ 3 വർഷമായിട്ട് പഠിക്കുമായിരുന്നു. അപ്പം അവൾക്ക് ഒത്തിരി സുഹൃത്തുക്കളെയും എല്ലാം അയർലൻഡിലെ മിസ് ചെയ്യുന്നുണ്ട്. അയർലൻഡിലെ പോലെ ഒരു സാഹചര്യം അല്ല അമേരിക്കയില്. ഇച്ചിരിയും കൂടെ സേഫ്റ്റി ഇഷ്യൂ കാരണം അറിയാമല്ലോ, നമ്മൾ അധികം കുട്ടികളെയൊന്നും അങ്ങനെ പുറത്തോട്ട് വിടത്തില്ല. എന്നാൽ നമ്മളുടെ ഒരു നാടൻ ഒരു രീതിയാണ്, അല്ലെങ്കിൽ നമ്മളുടെ നാടനല്ല, നമ്മുടെ ഒക്കെ പേരൻസിൻ്റെ ഒക്കെ കാലത്തുള്ള രീതിയാണ് അയർലൻഡിലെ കുട്ടികളുടെ. ഭയങ്കര സേഫ് ആയതുകൊണ്ട് നമുക്ക് ഇറങ്ങോ പോവോ അല്ലെങ്കിൽ രാവിലെ 7 മണിക്ക് കുഞ്ഞുങ്ങൾ വീട്ടിൽ നിന്ന് എങ്ങോട്ടേലും വീടിൻ്റെ ഏരിയയിലോട്ടോ ഫ്രണ്ട്സിൻ്റെ വീട്ടിലോട്ടൊക്കെ പോയാൽ എല്ലാവരും ആ കുഞ്ഞുങ്ങളിൽ ഒരു കണ്ണ്, നമ്മൾ പേരൻസ് വേണമെന്നില്ല, ആരെയും ഒക്കെ കുഞ്ഞുങ്ങളെ നോക്കിക്കോളും. അങ്ങനെ തിരിച്ച് ഏതെങ്കിലും ഒക്കെ സമയത്ത് തിരിച്ച് കയറി വരും. നമുക്ക് അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു അയർലൻഡിലുള്ള. പക്ഷെ അമേരിക്കയിൽ വന്നപ്പോൾ അവൾ ഏറ്റവും മിസ് ചെയ്യുന്നത് ഫ്രണ്ട്സിനെയാണ്. കാരണം വീടിനുള്ളിൽ അല്ലെങ്കിൽ വീടിൻ്റെ ബാക്ക് യാർഡിൽ മാത്രമാണല്ലോ അവരുടെ ജീവിതം ഇരിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു ഫ്രണ്ട്സ് എന്നുള്ളൊരു സർക്കിള് സ്ലോലി മേക്ക് ചെയ്യും. നമുക്കിവിടെ നല്ലൊരു മലയാളി കമ്മ്യൂണിറ്റിയും അല്ലെ, ഞങ്ങൾ ഇന്ത്യൻ ഓർത്തഡോക്സ് ആണ്. അപ്പോൾ അവരുടെ ചർച്ചും അല്ലെങ്കിൽ കാത്തലിക്സിൻ്റെ ഒക്കെ ചർച്ചൊക്കെ ഉണ്ട്. അപ്പം അത് സെറ്റ് ആയിക്കോളും. പിന്നെ കുഞ്ഞുങ്ങളുടെ സ്കൂളിൻ്റെ വെച്ച് നോക്കുവാണെങ്കിൽ ഇവിടെ ഈ 4 വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി കൂടെ ഫ്രീ ആയിട്ട് എന്താ പറയുക, വലിയ കാര്യമായിട്ട് ഹോംവർക്ക് ഒന്നും ഇല്ലാത്ത ഒരു രീതിയിലുള്ള എഡ്യൂക്കേഷൻ ആണെന്ന് പറഞ്ഞു. അത് ആദ്യമേ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം കുഞ്ഞ് ഓൾറെഡി ഈ കാര്യങ്ങളൊക്കെ അവിടുന്ന് പഠിച്ചു വന്നിരുന്നത് കൊണ്ട് അവൾക്ക് ഇപ്പൊ ബോറിംഗ് ആണെന്നുള്ള പറയുന്നുണ്ട്. പക്ഷെ കളി സ്കൂളിങ്ങൊക്കെ എളുപ്പമാണ്. നമുക്ക് ഏതെങ്കിലും ഒരു
പ്രദേശത്താണ് നമ്മൾ താമസിക്കുന്നത്, നമ്മൾ വാടകയ്ക്ക് എടുക്കുന്നത് അല്ലെങ്കിൽ വീട് മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ പ്രദേശത്തിനോടനുബന്ധിച്ചുള്ള സ്കൂളുകളിലാണ് ഇവിടെ അഡ്മിഷൻ കിട്ടുന്നത്. അപ്പം ഏത് സ്കൂളാണ് നല്ലത് എന്ന് നോക്കിയെടുക്കുക എന്നുള്ളത് ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അപ്പം ഇവിടെ നേരത്തെ വന്നിരിക്കുന്ന ആൾക്കാരോടോ അല്ലെങ്കിൽ ഇപ്പം ഒരു സ്ഥലത്തോട്ട് വരുമ്പോൾ ഞങ്ങൾ ചെയ്തത്, ഇപ്പോൾ വാഷിങ്ടൺ മലയാളി അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് നമുക്ക് നമ്മുടെ സംശയങ്ങളൊക്കെ ചോദിക്കാമായിരുന്നു. അവർ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ. അപ്പം നല്ല അവര് പറഞ്ഞു തരും നമുക്ക്. അവരോട് നമ്മളിങ്ങനെ ചോദിക്കാതെ ഇവിടുന്നാരും നമ്മളോട് ഇന്ന ചെയ്യണമെന്നൊന്നും പറയത്തില്ല. അപ്പം ഇങ്ങനെ ഏത് സ്കൂളാണ് നല്ലത് എന്ന് ചോദിക്കുമ്പോൾ ഇന്ന സ്കൂള് കുഴപ്പമില്ല, നല്ല റേറ്റിംഗ് ഉണ്ടെന്ന് പറയും. അല്ലെങ്കിൽ ട്രൂ സ്കൂൾ റേറ്റിംഗ് ഒക്കെ നോക്കിയാൽ മതി, ഓൺലൈനിൽ തന്നെ കിട്ടും. പിന്നെ ക്രൈം റേറ്റും ഒക്കെ നോക്കിയാണ് നമ്മൾ വീടിൻ്റെ സ്ഥലം ഏത് സ്ഥലത്ത് വേണമെന്ന് നമ്മൾ റെൻ്റ് എടുക്കാവുന്നതെന്ന് വിചാരിക്കുന്നത്. അപ്പം ഞങ്ങൾ അവിടെ ഒരു 2 bedroom അപ്പാർട്ട്മെൻ്റ് ആണ് ഇപ്പം ഞങ്ങൾ റെൻറ്റിന് എടുത്തിരിക്കുന്നത്. തൽക്കാലം ഒന്നൊരു ബിഗിനിങ്ങിന് 2 കുഞ്ഞുങ്ങളുള്ള ഒരു ഫാമിലിക്ക് തൽക്കാലം അത് മതിയാകും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം ഇതെല്ലാം എക്സ്പെൻസീവ് ആണ് വാഷിങ്ടണിൽ റെൻറ്റും കാര്യങ്ങളും ഒക്കെ. അപ്പം സ്കൂള് ആ ലിമിറ്റിനുള്ളിലുള്ള ഒരു സ്കൂളിലോട്ട് നിർബന്ധമായിട്ട്, അല്ലെങ്കിൽ പിന്നെ പ്രൈവറ്റ് സ്കൂൾ ഓപ്ഷൻസാണ്. പബ്ലിക് അത് നമുക്ക് അഫോർഡ് ചെയ്യത്തില്ലായിരുന്നത് കൊണ്ട്, നമ്മളിങ്ങനെ റീലൊക്കേഷനും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് ഞങ്ങൾ പബ്ലിക് സ്കൂളാണ് ഓപ്റ്റ് ചെയ്തത്. അപ്പം ബെല്ല എന്നാണ് കുഞ്ഞിനെ വിളിക്കുന്നത്. അപ്പോൾ അവള് ആദ്യത്തെ സ്കൂളിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവള് പെട്ടെന്ന് അഡാപ്റ്റായി, അവൾക്ക് സ്കൂളൊക്കെ ഇഷ്ടമാണ്. മുഴുവൻ സമയം കളികളൊക്കെയാണ് 4ാം ക്ലാസ്സൊക്കെ വരെ. 4 കഴിയുമ്പോഴാണ് ഇവർ ഈ കുറച്ച് അസൈൻമെന്റ്സും പ്രോജക്ട്സും ഒക്കെ, അത് ഓരോ കുഞ്ഞുങ്ങളുടെ രീതിക്ക് അനുസരിച്ചാണ് അവർ അതിൻ്റെ പഠിത്തമൊക്കെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഉള്ളത്. പിന്നെ മലയാളി കുട്ടികളെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് അവർ പല പ്രോഗ്രാംസിലൊക്കെ ഔട്ട് ഓഫ് സ്കൂൾ ചേർക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അറിയത്തില്ല, അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ കോകരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ആണെങ്കിലും ധാരാളമായിട്ട് തന്നെ ഉണ്ട്, ജിംനാസ്റ്റിക്സ് ആയിട്ടും സ്കേറ്റിംഗ് ആയിട്ടും ഒക്കെ. അപ്പം അതൊക്കെ അയർലൻഡുമായിട്ട് സിമിലർ ആയിരുന്നതുകൊണ്ട് വളരെ അത് വലിയ ബുദ്ധിമുട്ടൊന്നും വന്നില്ല. പിന്നെ ഡ്രൈവിങ്ങിൻ്റെ കാര്യം, ഞങ്ങൾ അയർലൻഡിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അയർലൻഡിൽ നിന്ന് ഇവിടെ വന്നിട്ട് അയർലൻഡിൽ റൈറ്റ് സൈഡും ഇവിടെ ലെഫ്റ്റ് സൈഡുമാണ്. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇനീഷ്യലി ഉണ്ടായിരുന്നു. പക്ഷേ പറഞ്ഞ പോലെ ചേച്ചിയും ചേട്ടനും വന്ന് ഞങ്ങൾക്ക് സെറ്റിൽ ചെയ്യാനുള്ള ടൈമിൽ ഒരു 8-10 ദിവസത്തോളം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിരുന്നു. അപ്പം വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ സോഷ്യൽ സെക്യൂരിറ്റി കാർഡിൻ്റെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പോയിൻമെൻറ്റ്സ് എടുത്തു. രാവിലെ അവിടെ പോയി അത് ചെയ്ത് അതിൻ്റെ നമ്പർ പിറ്റേ ദിവസം തന്നെ, കാർഡ് കിട്ടാൻ വൈകും, ഇലക്ട്രോണിക്കലി നമ്പർ ജനറേറ്റ് ചെയ്യണമെന്ന് ചേച്ചിക്കൊക്കെ അറിയാവുന്നതുകൊണ്ട് അവർ പറഞ്ഞിരുന്നു. ഞങ്ങൾ ഇലക്ട്രോണിക്കലി ആ നമ്പർ ജനറേറ്റ് ചെയ്ത് അവരുടെ നിന്ന് മേടിച്ച് ആ നമ്പറും കൊണ്ട് പോയി. പിറ്റേ ദിവസം തന്നെ കിട്ടിയ അന്ന് തന്നെ ഞങ്ങൾ പോയി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലൈസൻസിങ് DOL പോയി ഈ പരീക്ഷയ്ക്ക് ഒരു ID എടുത്ത് റിട്ടൺ എക്സാമിന് ബുക്ക് ചെയ്തു. അത് ഓരോ ഡ്രൈവിംഗ് സ്കൂൾ ഉള്ള അവർക്ക് അതിന് ഓതറൈസേഷൻ ഉണ്ട് വാഷിങ്ടണിൽ. DOL അല്ല ഈ പരീക്ഷ നടത്തുന്നത്. കാരണം ഇത് പെട്ടെന്ന് ഇതിൻ്റെ നടത്തിപ്പിൻ്റെ സുഗമമായിട്ട് ഉള്ള നടത്തിപ്പിന് വേണ്ടിയിട്ട് DOL അവർ ഈ പരീക്ഷ നടത്തുക. അപ്പോൾ അവർ ഏതെങ്കിലും ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ, ഓതറൈസ്ഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് സ്കൂളിൽ വിളിച്ച് ഈ ടെസ്റ്റിന് ഡേറ്റ് എടുത്ത്, പേപ്പർ ബേസ്ഡ് ആയിരുന്നു. പേപ്പറിനകത്ത് നമ്മൾ മാർക്ക് ചെയ്ത് ഉത്തരം മാർക്ക് ചെയ്ത് അങ്ങനെ അത് പ്രറ്റി ഈസി ആയിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അയർലൻഡിലെ നിയമങ്ങളും ഇവിടുത്തെ നിയമങ്ങളും നിയമങ്ങൾ എല്ലായിടത്തും ഇന്ത്യയിൽ നിയമം ഉണ്ട്, പക്ഷെ അധികം നമ്മൾ അറിവ് ഉണ്ടായിരുന്നില്ല ഇന്ത്യയിലായിരുന്നു. പക്ഷെ അയർലൻഡിലൊക്കെ ഓടിച്ചിരുന്നത് കൊണ്ട് നിയമങ്ങൾ നമുക്ക് ഇച്ചിരി കൂടെ അറിവുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ ഞങ്ങൾക്ക് എളുപ്പമായിരുന്നു. ആ റിട്ടൺ ടെസ്റ്റ് കിട്ടി. ഞാനും ഹസ്ബൻഡും ഒരു ദിവസം തന്നെ റിട്ടൺ ടെസ്റ്റ് എഴുതിയത്. അത് കഴിഞ്ഞ് എനിക്ക് ജോലി ഉണ്ടായിരുന്ന കാരണം എനിക്ക് ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റിന് എഴുതാൻ പറ്റിയ. ഹസ്ബൻഡ് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റിന് എടുത്തു. അപ്പോൾ ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് മുന്നേ ഒരു വാമപ്പ് ക്ലാസ് കൂടെ എടുത്ത് അതിനെ വഴി ഡ്രൈവിംഗ് ടെസ്റ്റ് കൂടെ എടുത്തു കഴിഞ്ഞപ്പം ആദ്യത്തെ ചാൻസ് തന്നെ ഞങ്ങൾക്ക് 2 പേർക്കും, അതായത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കും ആദ്യത്തെ ആഴ്ച ഹസ്ബൻഡിനും കിട്ടി. അപ്പം വൺസ് ഞങ്ങൾക്ക് വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ് കിട്ടി, വണ്ടി രജിസ്റ്റർ ചെയ്ത് വണ്ടി മേടിക്കാനൂടെ പറ്റി. വണ്ടിയും ലൈസൻസും ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ റീലൊക്കേഷൻ്റെ ഒരു വലിയ
ബുദ്ധിമുട്ട് മാറുമല്ലോ. കാരണം വണ്ടിയില്ലാതെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷന് ഈ അമേരിക്കയിൽ വാഷിങ്ടണിൽ ഇപ്പം നമ്മൾ നിൽക്കുന്ന വാഷിങ്ടണിൽ അധികം പബ്ലിക് ട്രാൻസ്പോർട്ട് ഭയങ്കര കുറവാണ്. ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം ഉണ്ടെങ്കിലും ഇച്ചിരി പൈസയും കൂടുതലാണ്. പിന്നെ അധികം ഞങ്ങൾക്ക് അത്ര സേഫായിട്ട് തോന്നിയില്ല. അപ്പം പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെ കഴിഞ്ഞും സെറ്റിൽ ആകാൻ എളുപ്പം ഇതുപോലെ എളുപ്പത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നത് കൊണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക എന്നുള്ളതാണ്.